ആരാരും കാണാതെ എൻ്റെ മനസ്സിലൊളിച്ചില്ലേ ആ മധുഹുകളോ താനായി കണ്ണതടച്ചുമിരുന്നില്ലേ. ആരാരും കാണാതെ എൻ്റെ മനസ്സിലൊളിച്ചില്ലേ ആ മധുഹുകളോ താനായി കണ്ണതടച്ചുമിരുന്നില്ലേ. ഞാൻ പാടും മീരടി പോലും ആശകൾ തീർത്തില്ല. അല്ല പറയാണ്ടോ എന്റെ മക്കളെ ഭാഗ്യം കൊണ്ട് സ്നേഹം കണ്ടില്ല. ത്വയ്ബാ, ത്വയ്ബാ, കാണാൻ കൊതിയ. ഹായ് ആൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നാണ് ആ ദിവസം, അതായത് നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അംഗം കൂടി വരാനായിട്ട് പോവാണ്. നമ്മൾ വിളിച്ചിട്ട് വരാനായിട്ട് പോവാണ്. സമയം ഇപ്പം 7 മണിയായിട്ടുണ്ട്. ഞാൻ ഇത്ര നേരം വീഡിയോ എഡിറ്റ് ചെയ്ത് രാത്രി എഡിറ്റ് ചെയ്തു. ബാക്കി കുറച്ച് എഡിറ്റിംഗ് കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോവാണ്. എന്തോ ഭയങ്കര ഒരു സന്തോഷമുണ്ട്, അതിൻ്റെ കൂടെ തന്നെ വലിയ എന്തോ ടെൻഷനുണ്ട്. സാധാരണ എപ്പോഴും നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, നല്ല സദുദ്ദേശത്തോടു കൂടെ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ എന്തെങ്കിലും പണി വരാം. അപ്പം അങ്ങനെ വല്ലതും ആവുമോ, ഇനി അതിൻ്റെ ആണോ? നിസ്കരിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നല്ല ഉദ്ദേശത്തോടു കൂടെ ഞാൻ കഴിക്കുന്ന, എൻ്റെ മക്കൾ കഴിക്കുന്ന നല്ല ഫുഡ് ഒരാൾക്കും കൂടെ 3-4 നേരം കൊടുക്കാൻ പറ്റിയ അത്രയും പുണ്യകർമ്മമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ എന്താ പറയുക, നമ്മുടെ കൂടെ ചേർത്തി നിർത്തി നല്ല രീതിക്ക് ഒരു കുട്ടീനെയും കൂടെ കൊണ്ടുപോകാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ കുടുംബവും നന്നാവും. പിന്നെ അങ്ങനെ ഏതായാലും ഞങ്ങൾ പോവാണ്. പറ്റുകയാണെങ്കിൽ പോണ സംഭവങ്ങൾ ഇതൊക്കെ കാണിക്കാം. അവിടെ എത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. എങ്ങനെയായിരിക്കും സിറ്റുവേഷൻ എന്നൊന്നും നമുക്കറിയില്ല. വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം കേട്ടോ. ഈ കഥ കുളിച്ച് റെഡി ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ഫുൾ റെഡിയായി. കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ്. കാണിച്ചതവേ നാളെ എനിക്ക് എക്സാമും കൂടി ഉണ്ടാവും. പഠിക്കാനുള്ള മെറ്റീരിയൽസൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. പഠിക്കാനല്ല, ജസ്റ്റ് വായിക്കാനും വേണ്ടിയിട്ട്. പിന്നെ ആ കുട്ടീനെ പറഞ്ഞ പോലെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ +2 കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് കാര്യങ്ങളൊക്കെ ചേർക്കും. പിന്നെ അതിന് ശേഷം അവൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ എക്സാമിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ മാക്സിമം ഓരോന്നിനെ ട്രൈ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല, എക്സാം ആയപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നിച്ച് അടുപ്പിച്ച് വരുന്നത്. ഞാൻ കുറച്ച് നീട്ടി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടാ. പക്ഷെ അവർക്ക് പെട്ടെന്ന് വരണം എന്ന്, അവൾക്ക് ഇപ്പോൾ ഇതെന്ത് ലേറ്റ് മൊത്തം ഒത്തുക്കാണ്, ഇപ്പം തന്നെ വരണം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ഒഴിവാക്കുക, അതുകൊണ്ട് ഇപ്പം തന്നെ പോവാണ്. തോറ്റാൽ നല്ല രസമുണ്ടാവും എന്തായാലും. അപ്പോൾ ശരി, ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് സെറ്റാക്കട്ടെ പോകുമ്പോൾ എടുക്കാനുള്ളതൊക്കെ. റെഡിയായാ? ഞങ്ങൾ ഇറങ്ങാണ് ഗൈസ്. ഇവിടെ കടന്നോ? കുട്ടീനെ എണിപ്പിച്ചു. ഇന്ന് സൺഡേ ആണ് കേട്ടോ നമ്മൾ പോണത്. നമ്മുടെ ലഞ്ച് ബോക്സസ് സെയിൽ ചെയ്യാനുള്ളത് പറഞ്ഞ പോലെ നെക്സ്റ്റ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്, പുതിയ സ്റ്റോക്ക്. ഇതിൽ വന്നിട്ട് ഇവിടെ ഫുള്ളുണ്ട് കേട്ടോ. ഇതിൽ വന്നിട്ട് 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, 3 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, 4 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. കുറേ ആൾക്കാർ പ്രീ ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി വന്നിട്ട് നോക്കി ഡിസ്പാച്ച് ചെയ്യണം. ആർക്കെങ്കിലുമൊക്കെ വൈകുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ. എനിക്ക് ഷൂ എടുത്തിട്ടില്ല ഞാൻ. അപ്പോൾ ശരി, ലഞ്ച് ബോക്സ് വാങ്ങേണ്ട നമ്പർ ആണെങ്കിൽ താഴെ കൊടുക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ പിന്നെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് ഓർഡർ കൊടുത്തിട്ട് കുറേ വെയിറ്റ് ചെയ്തിരിക്കേണ്ട സംഭവങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഉണ്ടാവില്ല. വെബ്സൈറ്റ് പെട്ടെന്ന് ഉണ്ടാക്കാം. കുറച്ച് പൈസേൻ്റെ അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണ് മടിച്ചിരിക്കുന്നത്. വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കാൻ നിറയെ പൈസ വേണ്ടേ. പിന്നെ നമ്മുടെ പുതിയ കത്തി ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കില്ലേ ഞാൻ യൂസ് ചെയ്യുന്ന കത്തി അവിടെ നിന്നാണെന്ന്? അപ്പോൾ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇറങ്ങി കേട്ടോ. ബുക്കൊക്കെ എടുക്കുന്നുണ്ട്, പഠിക്കണ്ടോന്നൊന്നും അറിയില്ല.
അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനും വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അവരെയും വിളിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് നമ്മുടെ ആ കുട്ടീനെ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കാണുന്നതും ഒരുപാട് പേര് കമൻസ് ഇടുന്നതും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, ആ കമൻസൊക്കെ കണ്ട സമയത്ത് എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ തരാനാണ് തോന്നിയത്. കാരണം എൻ്റെ അത്രയും കെയർ എടുത്ത് എനിക്കൊരു പ്രോബ്ലം വരരുത്, എനിക്കൊരു പ്രശ്നം വരരുത് എന്ന് സ്വന്തം ആൾക്കാരെ പോലെയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരും കമൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, അതിനി നിങ്ങളെല്ലാവരും അറിയണം എന്ന് തോന്നി കേട്ടോ. അത് ഇതൊന്ന് കഴിഞ്ഞിട്ട് പറയാവേ. ഇപ്പം എന്ത് കംപ്ലൈൻ്റ് ആവുമെന്ന് പേടിച്ചിട്ടാണ് നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജെർക്കിങ് ഉണ്ടായിരുന്നു, ഒരേ വൈപ്പർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ഗൈസ്. അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് എത്തി ഒന്ന് തിരിച്ച് വന്ന് കിട്ടിയാൽ മതിയായിരുന്നു. പുറത്തുനിന്നേ അതിൻ്റെ മേലെ കയറിയിരുന്നിട്ടേ ഞാൻ വണ്ടി ഓടിക്കുക, നിങ്ങൾ അവിടെ കയറിയിരുന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഒന്നും കാണാൻ പറ്റാണ്ടായി ഗൈസ്, ഒന്നും കാണാൻ പറ്റാണ്ടായി. ഓഫാക്കാൻ അറിയണ്ടേ? എന്തൊരു കഷ്ടാണ്. പുറത്തുനിന്ന് അങ്ങനെ ആക്കിയിട്ട് നിന്നോളി. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൽ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളത്. സാധാരണ ഞാൻ എല്ലാ കാര്യങ്ങളും ഏറ്റവും ലാസ്റ്റാണ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ വിചാരിച്ചു ഈ കുട്ടിയുടെ കാര്യത്തിൽ. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ആയതുകൊണ്ടും ഞാൻ ആ ഒരു കാര്യം ഇപ്പോൾ പറയാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അവരുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചില കമൻസ് ഉണ്ടായിരുന്നു, ആ ഒരു കുട്ടി മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി, അവർക്ക് മാത്രം നല്ലത് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ അങ്ങനെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മളെ കൊണ്ട് അത് സാധിക്കൂല. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ എൻ്റെ ഇതിലൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ആ ഇത്താത്താക്ക് 3 പെൺകുട്ടികളാണ് കേട്ടോ. എല്ലാവരും തന്നെ പ്രായപൂർത്തി എത്തിയ മക്കളാണ്. +2, +1, 9th പഠിക്കുന്നത്. ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും വഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. മരണത്തിൻ്റെ വക്കിൽ നിന്നും നെഞ്ചിലൊക്കെ തുഴയൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തോ രക്ഷപ്പെട്ടു വന്നതാണ്. അതോടുകൂടെ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഇവർക്ക് ഡെയിലി ഉള്ള ഭക്ഷണത്തിന് പോലും വകയില്ലാതിരിക്കുന്ന സമയത്താണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാളെ വെറുതെ ഒരു നേരത്തിനോ അല്ലെങ്കിൽ ഒരു മാസത്തിനോ സഹായിക്കുക എന്നല്ലാതെ അവരെ ലൈഫ് ലോങ് അവരാരും മുന്നിലും കൈനീട്ടി നിൽക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ട്രസ്റ്റിൻ്റെ തന്നെ ഒരു ഉദ്ദേശം എന്നുള്ളത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ അത് തീരുമാനിക്കുന്നത്. ഈ കുട്ടിക്ക് നല്ലൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം. അതായത് പഠനത്തോടൊപ്പം തന്നെ തൻ്റെ കഴിവുകൾ, ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങോ സ്റ്റിച്ചിങ്ങോ പിന്നെ പാർട്ട് ടൈം ജോബ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ആ ഫാമിലി മൊത്തത്തിൽ രക്ഷപ്പെടാനും ബാക്കിയുള്ള കുട്ടികളുടെ കാര്യം നോക്കാനും ഒക്കെ കെൽപ്പുള്ള ഒരു നല്ലൊരു മോളാക്കി മാറ്റിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നിർത്തിക്കൊണ്ട് അവൾക്ക് എപ്പോൾ വേണമെങ്കിലും അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാവുന്ന സാഹചര്യത്തിൽ എൻ്റെ സ്വന്തം മക്കളെ പോലെ അവരുടെ കൂട്ടത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. ഈ ഒരു സംഭവം തന്നെ നമ്മൾ വിപുലീകരിച്ച് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് എൻ്റെ ഒരു സ്ഥാപനം നമ്മുടെ ട്രസ്റ്റിൻ്റെ വരാനായിട്ട് പോകുന്നുണ്ട്. അവിടെ ഇതുപോലെയുള്ള കുട്ടികളാണെങ്കിലും സ്ത്രീകളെ ആണെങ്കിലും കൊണ്ടുവന്ന് സ്കിൽ ഡെവലപ്പ് ചെയ്ത് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ആളാക്കി മാറ്റുക എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് സ്ഥാപനം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് ഞാൻ എൻ്റെ വീടും എന്നെയും യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അവരെയും വിളിച്ചിട്ട് നമ്മൾ ഇതേ കാറിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് ഇങ്ങനെ കുറേ കിടത്തില്ലേ. പിന്നെ എന്താ പറയാ, ഇപ്പോഴാണ് ഒന്ന് ചെറുങ്ങനെ ഒരു പണിക്കൊക്കെ പോവാൻ തുടങ്ങി. നെഞ്ഞിൽ ഇവിടെ ഇങ്ങനെ തുളച്ചിക്കണ്, നെഞ്ഞിന്റെ ഇവിടെ ഇങ്ങനെ തുളച്ച് കുറെ കൊയിലൊക്കെ ഇട്ടിട്ട് അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. പിന്നെ വരാൻ നേരത്തെ ആ കൊയിലൊക്കെ ഒന്ന് ഊരിയതും ഒക്കെ ചെയ്തു. അല്ല പറയാനുണ്ടോ, എന്റെ മക്കളെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. എല്ലാരും പറഞ്ഞേ, വീട്ടിനടുത്തുള്ളൊക്കെ പറഞ്ഞു അത് പോയി ആ ഇതിൽ തന്നെയായിരുന്നു. പിന്നെന്തോ പിന്നെ ഹോസ്പിറ്റലിൽ പോയി കണ്ടപ്പോഴൊന്നും സമാധാനമായി. ശേഷം പണിക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പൊ ഇങ്ങനെ ചെറുങ്ങനെ ഓരോ പണിക്കൊക്കെ പോകണ്ട, ഓടിന് കുമ്മായിടാൻ അങ്ങനെ ചെറിയ ചെറിയ പണിക്കൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. കടലിലും പോകും, മീൻ പിടിക്കാൻ
ഇത് പോവും. പിന്നെ മക്കളെ പഠിപ്പൊക്കെ ഒരു ഇതായി പോയി, അതാണ്. ഈ താത്താക്ക് ഒന്ന് കൂടെ ചേർത്ത് നിർത്താനും വേണ്ടിയിട്ട് സ്വന്തം ഉമ്മയോ ഉപ്പയോ ആരും തന്നെ ഇല്ല. ഇതുപോലെ ഒന്ന് ചേർത്ത് നിർത്താനില്ലായകയായിട്ട് എത്രയോ ജീവിതങ്ങൾ ഒന്നും അല്ലാതായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നതാണ് എന്നെ കൊണ്ടൊരു ആളായിട്ടെങ്കിലും ഒരു കുടുംബത്തിലേക്ക് നല്ലത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് തീരുമാനിച്ചത്. അതുമാത്രമല്ല, ഇതിന് ശേഷം ഞാൻ അത്രയ്ക്കും വലിയ ക്രൂരയൊന്നും അല്ല കേട്ടോ. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടീനെ അങ്ങനെ പിരിച്ചെടുത്തിട്ട് അവരെ വിഷമിപ്പിക്കാനും ഈ കുട്ടിയെ വിഷമിപ്പിക്കാനും അതിൻ്റെ കാര്യങ്ങൾ ബാക്കി പറയാം. ഇപ്പം നമ്മൾ കണ്ടത് ഇവരുടെ വീടിൻ്റെ ഒരു ഭാഗമാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ സ്വന്തം വീട്. ഒരു പള്ളിക്കാർ വന്നിട്ട് ഇവർക്ക് ഇത് കെട്ടിക്കൊടുത്തതാണ്. അവിടെ നിന്നും ഇവർ താൽക്കാലികമായിട്ടൊരു ഫ്ലാറ്റിലേക്ക് ആ ഇത്താത്താക്ക് വീട്ടുജോലി കിട്ടിയപ്പോൾ മാറിയതായിരുന്നു. പക്ഷെ അവരാണെങ്കിൽ നോമ്പിന് മാത്രമായിട്ട് വിളിച്ചതായിരുന്നു. അവിടുന്ന് അവർ കുടുങ്ങി. അവർക്ക് വാടക കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റാതെ 5000 രൂപയോളാണ് വാടക. ആകെ ബുദ്ധിമുട്ടി, ഭക്ഷണത്തിനും വകയില്ല, വാടകയും കൊടുക്കാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആ സമയത്ത് എൻ്റെ ഇക്കന്നോട് പറഞ്ഞു ആ കുട്ടിക്ക് എന്തെങ്കിലും പാർട്ട് ടൈം ജോബ് കാര്യങ്ങൾ സെറ്റാക്കി കൊടുക്കാം, അപ്പോൾ പിന്നെ അവരങ്ങനെ രക്ഷപ്പെടുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നി +2 പഠിക്കാതെ വീട്ടിലിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസം മുടങ്ങാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് കുറേ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ കുട്ടിയെ ഒരു നല്ലൊരു എന്താ പറയുക സ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരാളാക്കണം, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം. എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി മൊത്തത്തിൽ ലൈഫ് ലോങ് സെറ്റിൽഡ് ആവും, ബാക്കിയുള്ള മക്കളുടെ കാര്യം അവളും നോക്കിക്കോളും എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു തീരുമാനം എടുത്തത്. എന്നിട്ട് ഈ കുട്ടിയെ നമ്മൾ വിളിച്ചിട്ട് വന്നതിന് ശേഷം എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഒരുപാട് പേരുടെ കമൻസും കാര്യങ്ങളും ഒക്കെ. ഇത് മാത്രമല്ല, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു എൻ്റെ ഉപ്പ ചെയ്ത കുറേ കാര്യങ്ങൾ. ഇതൊന്നും യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതല്ല എന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഈ ആരൊക്കെയോ പറയൂലേ ആത്മാവ് നിൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയണ പോലെ എൻ്റെ ഉപ്പ എൻ്റെ ചുറ്റിലും നടന്ന് നിന്നിട്ടും ഒക്കെ ഓരോന്ന് ചെയ്യിപ്പിക്കുകയാണ് എന്ന് എനിക്ക് തോന്നിപ്പോയ ഒരു നിമിഷമായിരുന്നു അത് കേട്ടോ. ഇടയിൽ കൂടെ അവരെ വിളിച്ചിട്ട് വന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. നല്ലൊരു ഹോട്ടലിലേക്കാണ് നമ്മൾ കയറിയത്. അപ്പോൾ ആ ഇത്താത്ത പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ, എൻ്റെ മക്കൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കണത് എന്നുള്ളത്. ഇനി നമുക്ക് ഉപ്പാടെ കാര്യത്തിലേക്ക് കിടക്കാം, അതായത് എൻ്റെ അത്താൻ്റെ കാര്യത്തിൽ. ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഒരു കുട്ടീനെ എൻ്റെ ഉപ്പ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കഥ ഇന്നലെ അമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ കുട്ടീനെ നമ്മുടെ വീട്ടിൽ തന്നെ നിർത്തി പഠിപ്പിച്ച് അവളുടെ വാപ്പാക്ക് വേറെ കല്യാണം കഴിച്ചു കൊടുത്തു. കാരണം ആ കുട്ടീൻ്റെ ഉമ്മ മരിച്ചതായിരുന്നു. അങ്ങനെ ഇതുപോലെ ഒരുപാട് പേര് അവർക്കൊരു വാടകയ്ക്ക് വീടൊക്കെ എടുത്തോട്ട് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇവരെ അങ്ങോട്ട് സെറ്റിൽഡ് ആക്കും. അപ്പോൾ അത് ഞാൻ അറിയാതെ എന്നിലേക്ക് വന്ന പോലെ തോന്നിയൊരു നിമിഷമായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇത്താത്താനോട് പോയി ചോദിച്ചു, നിങ്ങൾ പാലക്കാട് തന്നെ സെറ്റിൽഡ് ആവണോ, എന്തായാലും നിങ്ങൾക്ക് അവിടെ ആരും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ആ ഇത്താത്ത പറഞ്ഞു ആ മോളെ ഞാനിവിടെ നിൽക്കാം, അങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് വേണ്ട കാര്യങ്ങൾ റെഡിയാക്കി തരുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെയും പിരിയേണ്ട ആവശ്യമില്ല, എല്ലാ മക്കളും ഇവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ തന്നെ ഏതെങ്കിലും സ്കൂളിലും ചേർത്താം. അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരിക്കലും ഒരു ഉമ്മാൻ്റെ നിന്ന് ഒരു കുട്ടീനെ പിരിച്ചു കൊണ്ടുവരേണ്ടത് മാത്രം ഞാൻ ദ്രോഹിയോ ദുഷ്ടത്തെയോ ഒന്നല്ല കേട്ടോ. ഒരു ഫാമിലി എന്നെന്നും രക്ഷപ്പെടാനും വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ദേ അവരെയും കൂടെ നമ്മൾ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് ഒന്നിച്ച് ആ ഒരു കുടുംബത്തിനെ നമ്മൾ ഏറ്റെടുക്കാനായിട്ട് പോവാണ്. നിങ്ങൾക്ക് ഈ ഒരു തീരുമാനം നല്ലതായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയണം. അഭിപ്രായം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം ഞാൻ മാനിക്കുന്നുണ്ട്. കാരണം എന്നെ അത്രയും സ്നേഹത്തോടെയാണ് നിങ്ങൾ ഓരോരുത്തരും പറയുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നുള്ളത്. ആ ഒരു ഫാമിലീനെ മൊത്തത്തിൽ അവരൊരു കുടുംബമായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കാമെന്നുള്ളത് കേട്ടോ. ഈ ഒരു സംഭവം മുമ്പേ നമ്മുടെ പദ്ധതിയിലുള്ളതാണ്. നമ്മുടെ ആ ഒരു സ്ഥാപനം ഇപ്പോൾ റെഡിയാവാത്തത് കൊണ്ട് മാത്രമാണ് തൽക്കാലം നമ്മൾ വീട് ഉപയോഗിക്കുന്നത്. ഇൻഷാ അല്ലാ ഇവർക്ക് ഇനി എങ്ങനെയാണ് എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ വരുന്ന വീഡിയോയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. അവർ വന്നു, ഫുഡൊക്കെ കഴിച്ചു, എന്നിട്ട് ബാക്കിയുള്ള കുട്ടികൾക്കുള്ള ബുക്സോ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. അതിൽ ബാക്കിയുള്ള കുട്ടികൾക്കും നമ്മുടെ ഇവിടെ വരാനും ഇവിടെ തന്നെ സെറ്റിൽഡ് ആവാനും ഭയങ്കര ആഗ്രഹമാണ്. കാരണം ഇവരെ എല്ലാവരെയും കൊണ്ടുവന്നിട്ട് നമുക്ക് നല്ല സ്കില്ല് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് സ്വന്തം കാലിൽ നിർത്തുന്ന നല്ല അടിപൊളി മക്കളാക്കി മാറ്റണം ഇൻഷാ അല്ലാ. അപ്പോൾ ഇവിടെയുള്ള കുട്ടികളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ.